ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഓണപരീക്ഷ ഇന്നത്തെ, അതായത് 18/8/2026 ഇന്ന് ചൊവ്വാഴ്ച 9ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ ചിലത് നമുക്കിന്ന് നോക്കാം. മുഴുവനായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം അത് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിതിൻ്റെ ചില ഉത്തരങ്ങൾ മാത്രം നോക്കാം കേട്ടോ. ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ ഉത്തരങ്ങളെല്ലാം നമുക്കിതിൽ ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കൂ. ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ 10 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഈസ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ്, √10 സെൻറ്റിമീറ്റർ കേട്ടോ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, x+3 × y+3 = xy+3 × x+y+- ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 9 ആണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നമുക്ക് ഇൻ ദ പിക്ചർ ദ ലൈൻസ് AP, BQ, CR ആർ പാരലൽ ആണ്. AB 2 ആണ്, PQ 3 ആണ്, QR 9 ആണ്, BC ഓപ്ഷൻ D 6 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് നാലാമത്തെ ചോദ്യം, ദർ ആർ 50 balls blue and yellow in a box. Number of blue balls is 10 more than yellow. Number of yellow balls in the box is ഓപ്ഷൻ D 20 ആണ്. അടുത്തത് അഞ്ചാമത്തെ, റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആണ്. അപ്പോൾ ഞാനിതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാം. 1, 3 ആണ് കേട്ടോ. 1, വി ക്യാൻ ഡ്രോ 3 മീഡിയൻസ് ഫോർ എ ട്രയാങ്കിൾ. 3, ഓൾ ദ മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ പാസ് ത്രൂ എ സിംഗിൾ പോയിന്റ്. അപ്പോൾ 1 and 3 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം വരിക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത്, എ നമ്പർ ലീവ്സ് റിമൈൻഡർ 2 and another number leaves remainder 3 on division by 5. Then the remainder got by dividing product of these numbers by 5 is, ആദ്യത്തെ എ ആണ് ആൻസർ, 1 ആണ് കേട്ടോ. അടുത്തത് നോക്കൂ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഓഫ് sides 1 unit cannot be expressed as a fraction. Statement 2, the square of any fraction is not equal to 2. Choose the correct answer from the following ആണ്. ഇത് ഓപ്ഷൻ സി, both are true. Statement 2 is the reason for statement 1 ആണ് ആൻസർ വരിക കേട്ടോ. അടുത്തത് എട്ടാമത്തെ ചോദ്യം, സ്റ്റേറ്റ്മെൻറ്റും 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, to divide a thin wire into 8 equal pieces, place it across 9 equidistant parallel lines. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, parallel lines which cut one line into equal pieces cut all lines into equal pieces. അപ്പോൾ ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്, both are true. Statement 2 is the reason for statement 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 8 മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ ഉത്തരങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻ ബിയിൽ നമുക്ക് ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഇനി ഉത്തരങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡായിട്ട് ഇപ്പോൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ പല ഉത്തരങ്ങളും കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് നോക്കിയിട്ട് ശേഷം കംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.